ദൈവത്തിൻ്റെ സൃഷ്ടിയായ ഈ പ്രപഞ്ചത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തെ എല്ലാറ്റിനു വേണ്ടിയും വാഴ്ത്തുവാനും സ്തുതിക്കുവാനും ദൈവം നമുക്ക് പ്രകാശവും വെളിച്ചവും തരയണമേ എന്ന പ്രാർത്ഥനയോടെ ഈ ദിവസത്തിലെ നമ്മുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാം. തനിമയിലേക്ക് എന്ന നമ്മുടെ കൂട്ടായ്മ അതിനായി നമ്മെ ശക്തരാക്കുകയും പ്രാപ്തരാക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 5-6 വാക്യങ്ങൾ വായിക്കുക. സമയം തക്കത്തിൽ ഉപയോഗിച്ചുകൊണ്ട് പുറത്തുള്ളവരോട് ജ്ഞാനത്തോടെ പെരുമാറുവിൻ. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. നാം ജീവിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യൻ സർവസൃഷ്ടിയോടും ബന്ധപ്പെട്ട് കഴിയുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. അത് എല്ലാറ്റിലും ഉപരിയായി മനുഷ്യർ തമ്മിൽ ഉള്ള ബന്ധത്തിൽ ജ്ഞാനത്തോടെ പെരുമാറുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുക. നമ്മുടെ ബന്ധം നിലനിൽക്കണമെങ്കിൽ ജ്ഞാനം നമുക്ക് ആവശ്യമാണ്. ജ്ഞാനം എന്ന് പറയുന്നത് ദൈവത്തോടുള്ള ഭക്തിയാണെന്ന് ഇയ്യോബിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. യഹോവ ഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്ന് സങ്കീർത്തന പുസ്തകത്തിലും നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. ദൈവഭക്തിയില്ലാതെ ദൈവഭയമില്ലാതെ ജ്ഞാനത്തോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുന്നതല്ല. ജ്ഞാനത്തോടെ ജീവിക്കുമ്പോൾ, ദൈവഭയത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് ദൈവസന്നിധി നമ്മെ തന്നെ വിനയപ്പെടുത്തുവാൻ മാത്രമേ കഴിയുള്ളൂ. നാം മനുഷ്യരാണ്. നമുക്ക് ദൈവം പല കഴിവുകൾ, സിദ്ധികൾ ഒക്കെയും ദാനം ചെയ്തിട്ടുണ്ട്. പക്ഷേ അവയൊക്കെയും വെറും മൺപാത്രത്തിലാണ് ഈ നിക്ഷേപങ്ങൾ സൂക്ഷിച്ചിരിക്കുന്നത്. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ അതിനെക്കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. നമുക്ക് ലഭിച്ചിട്ടുള്ള കഴിവുകളും സിദ്ധികളും ഉറപ്പുള്ള സ്ഥലത്തല്ല നിക്ഷേപിച്ചിരിക്കുന്നത്, വെറും മൺപാത്രങ്ങളിൽ. വലിയ വിലപിടിപ്പുള്ള നിക്ഷേപമാണ് നമ്മുടെ ദൈവകൃപകൾ, ദൈവചൈതന്യം. നമുക്ക് ലഭിച്ചിട്ടുള്ള ശാരീരികവും മാനസികവും ആത്മീയവുമായുള്ള സിദ്ധികൾ. ഈ സിദ്ധികൾ കൈകാര്യം ചെയ്യുന്നതിൽ നമ്മുടെ വാക്കുകൾക്ക് വളരെ പ്രധാനം ഉണ്ട്. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ ഇവിടെ പറയുന്നത്, ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണം എന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കട്ടെ. വാക്കുകളെ നിയന്ത്രിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ മാത്രമേ കഴിയുകയുള്ളൂ. സങ്കീർത്തനത്തിൽ നമ്മൾ ഒരു പ്രാർത്ഥന കാണുന്നുണ്ടല്ലോ, യഹോവേ എൻ്റെ വായ്ക്ക് ഒരു കാവൽ നിർത്തി എൻ്റെ അധരദ്വാരം കാക്കണമേ. ഓരോരുത്തരോടും നമ്മുടെ വാക്കുകൊണ്ട് പ്രതികരിക്കുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ വാക്കുകളെ ഉപയോഗിക്കേണ്ടതെന്ന് നാം അറിയുന്നില്ല. മാനുഷികമായുള്ള ജഡീകമായുള്ള വികാരങ്ങളും വിചാരങ്ങളും നമ്മളെ ഭരിക്കുമ്പോൾ പലപ്പോഴും നാം അവയ്ക്ക് അടിമപ്പെട്ടു പോകുന്നു. അങ്ങനെ നമ്മുടെ ജീവിതം പരാജയപ്പെടുമ്പോൾ നാം മനുഷ്യരാണ് എന്നുള്ള സത്യം നമുക്ക് ഓർക്കാം. നാം ബലഹീനരാകുന്ന നമ്മിലാണ് ദൈവം തൻ്റെ അനുഗ്രഹങ്ങളും
കൃപകളും ചൊരിഞ്ഞു തന്നിരിക്കുന്നത്. ആ അനുഗ്രഹങ്ങളും കൃപകളും ഈ ലോകത്തിൻ്റെ നിലനിൽപ്പിന് ഉതകുന്ന രീതിയിൽ, ശക്തീകരിക്കുന്ന രീതിയിൽ നാം ഉപയോഗിക്കുവാനുള്ള വരം ദൈവം നമുക്ക് തന്നെങ്കിൽ മാത്രമേ നമുക്കത് പ്രാപിക്കുവാൻ കഴിയുകയുള്ളൂ. ദൈവത്തിൻ്റെ ദാനമാണ് നമ്മുടെ ഓരോ കഴിവുകളും എന്ന് നമുക്ക് ഓർക്കാം. ഓരോ അനുഗ്രഹങ്ങളും ദൈവത്തിൻ്റെ ദാനമാണ്. കർത്താവ് പ്രാർത്ഥിക്കുവാൻ പഠിപ്പിക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ ആക്കിയിരിക്കുന്ന, പ്രപഞ്ചം മുഴുവൻ മനുഷ്യനെ ഏൽപ്പിച്ച ശേഷം പ്രപഞ്ചത്തിലാക്കിയിരിക്കുന്ന മനുഷ്യന് ഭക്ഷിക്കുവാൻ ആവശ്യമായത് വിവേചിച്ചറിയേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കണം. അന്നുള്ള ആഹാരം ഞങ്ങൾക്ക് തരയണമേ എന്ന്. ഈ പ്രപഞ്ചത്തിൽ ധാരാളം അനുഗ്രഹങ്ങൾ, ധാരാളം വസ്തുവകകൾ, ധാരാളം ധനസമ്പത്ത് എല്ലാം നാം കണ്ടുവരുന്നു. എന്നാൽ നമുക്ക് ഉപകാരമാകുന്ന മനുഷ്യൻ്റെ സമൂഹ ബന്ധം ശക്തിപ്പെടുവാൻ നമുക്ക് ആർജിക്കേണ്ടതായുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നാം മനസ്സിലാക്കണമെങ്കിൽ ദൈവത്തിൻ്റെ കൃപ വേണം. നമുക്ക് ചുറ്റിനും കാണുന്ന ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. പക്ഷേ അതിലേതാണ് നമുക്ക് പ്രയോജനപ്പെടുന്നതെന്ന് നാം അറിയുന്നില്ല. പലപ്പോഴും നമ്മുടെ ആഹാരമാണല്ലോ നമ്മെ രോഗികളാക്കി തീർക്കുന്നത്. ഏത് കഴിക്കണം, എന്ത് കഴിക്കണം, എത്രത്തോളം കഴിക്കണം എന്ന് പോലും അറിവില്ലാത്തവരാണ് നാം. അതുകൊണ്ട് നമ്മുടെ വാക്കുകൾ, നമ്മുടെ സമൂഹ ബന്ധത്തെ ശക്തിപ്പെടുത്തുന്നതായ വാക്കുകളെക്കുറിച്ച് നാം ബോധമുള്ളവരാകണം. വായിലെ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവത്തിന് പ്രസാദമുള്ളതായിരിക്കുവാൻ ദൈവകൃപ നമുക്ക് ആവശ്യമാണെന്ന് 19 സങ്കീർത്തനത്തിൽ നാം പഠിക്കുന്നു. ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, പുറത്തുള്ളവരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് സൂക്ഷിക്കണം. ഓരോരുത്തരോടും സംസാരിക്കുമ്പോൾ, ഭവനത്തിൽ മക്കളോടാകട്ടെ, ബന്ധുക്കളോടാകട്ടെ, ദാസന്മാരോടാകട്ടെ, യജമാനന്മാരോടാകട്ടെ, നമ്മുടെ ജോലിസ്ഥലത്ത് നമ്മുടെ സഹപ്രവർത്തകരോടാകട്ടെ, ആരോട് സംസാരിച്ചാലും ജ്ഞാനത്തോടെ സംസാരിക്കുവാനുള്ള ജാഗ്രത ആവശ്യമാണ്. അതുകൊണ്ട് നാം നമ്മുടെ വാക്കുകൾ എങ്ങനെയായിരിക്കണമെന്നുള്ളത് നാം ശീലിക്കണം. ദുർഭാഷണം നമ്മിൽ നിന്നും അകറ്റിക്കളയണം. നമ്മുടെ കർത്താവിനെക്കുറിച്ച് പറയുന്നത്, കർത്താവിൻ്റെ വാക്കുകൾ ലാവണ്യ വാക്കുകളായിരുന്നു. അവൻ്റെ വായിൽ നിന്ന് വരുന്ന ലാവണ്യ വാക്കുകൾ നിമിത്തം ജനം ആശ്ചര്യപ്പെട്ടു എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ കർത്താവ് കുരിശിൽ കിടക്കുമ്പോഴും തന്നെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. ഇവർ ചെയ്യുന്നത് ഇന്നത് എന്ന് അറിയായികൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. മനുഷ്യൻ ക്ഷമിക്കും എങ്കിലും തന്നെ ഉപദ്രവിക്കുന്നവരെക്കുറിച്ച് സാധാരണയായി നാം പറയുന്നത്, അവർക്ക് ബോധമില്ലാതെ പറയുന്നതിന് നമുക്കെന്ത് ചെയ്യാം? നമുക്ക് ക്ഷമിക്കുക മാത്രമേ കഴിയുള്ളൂ. എന്നാൽ കർത്താവാകട്ടെ ആ അവസരത്തിൽ പ്രതികരിക്കുന്നത് പിതാവിനോട് പ്രാർത്ഥിക്കുക. നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് ജീവിതത്തിൽ രൂപാന്തരം വരുത്തുവാൻ, പരിശുദ്ധാത്മാവിനെ അയച്ച് പാപബോധം വരുത്തുവാൻ കഴിവുള്ള ദൈവത്തോട് പ്രാർത്ഥിക്കുകയാണ്. ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയുന്നില്ല. കർത്താവിൻ്റെ വായിലെ ലാവണ്യ വാക്കുകൾ ജീവിതത്തിൻ്റെ വേദനയുടെയും കഷ്ടതയുടെയും പാരമ്യത്തിലായിരിക്കുമ്പോൾ കർത്താവ് കുരിശിൽ കിടന്നുകൊണ്ട് ഒന്നാമത് പ്രതിവചിക്കുന്ന തൻ്റെ ശത്രുക്കളോട് പ്രതികരിക്കുന്ന പ്രതികരണം, അവർക്ക് വേണ്ടി ദൈവത്തോട് മധ്യസ്ഥത ചെയ്യുക, അവരോട് ക്ഷമിക്കണമേ എന്നുള്ളത്. നമ്മെ ഉപദ്രവിക്കുന്നവരോട്, നമുക്കെതിരെ പദ്ധതികൾ തയ്യാറാക്കുന്നവരോട് നമ്മുടെ മനോഭാവം എന്തായിരിക്കും? അവരെക്കുറിച്ച് നമുക്ക് പറയുവാനുള്ളത് എന്താണ്?
ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾക്ക് അറിവില്ല, ഓരോരുത്തരോട് ജ്ഞാനത്തോടെ പെരുമാറുവാനുള്ള അറിവില്ല. അതുകൊണ്ട് നിങ്ങൾ ശീലിക്കേണ്ടിയിരിക്കുന്ന കാര്യം, നിങ്ങളുടെ വാക്കുകൾ കൃപയോടുകൂടിയതായിരിക്കണം. നിങ്ങൾക്ക് സംസാരിക്കുവാനുള്ള കഴിവ് തരുന്നത് ദൈവമാണ്. ദൈവത്തിൻ്റെ ദാനമായ സംസാരശേഷി ദൈവത്തിൻ്റെ നാമമഹത്വത്തിനും ദൈവഹിതപ്രകാരവും ആയിരിക്കണമെന്നുള്ളത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. അത് കൃപയോട് കൂടിയതായിരിക്കണം. ദൈവകൃപയോട് കൂടിയ വാക്കുകളായിരിക്കും. എൻ്റെ വാക്കുകൾ സംസാരിക്കുവാനുള്ള കഴിവ് എനിക്ക് ദൈവം തന്നതാണ്. ഞാൻ തന്നെ ആർജിക്കുന്നില്ല. ഊമനെയും ബധിരനെയും ഒക്കെ സൃഷ്ടിച്ച ദൈവം എന്തുകൊണ്ട് എനിക്ക് സംസാരിക്കുവാനുള്ള ശേഷി തന്നു? എൻ്റെ വാക്കുകൾ കൃപയോട് കൂടിയതായിരിക്കട്ടെ. ദൈവം തന്ന ദാനം ദൈവനാമ മഹത്വത്തിനു വേണ്ടി വിനിമയം ചെയ്യുവാൻ കർത്താവിൻ്റെ കൃപ നമുക്ക് അന്വേഷിക്കാം. അതുപോലെ ഉപ്പിനാൽ രുചി വരുത്തിയതും ആയിരിക്കണം. ഏറ്റവും രുചി വരുത്തുന്ന സാധനമാണല്ലോ ഉപ്പ്. അതേസമയം ഭൂമിയിൽ ഏറ്റവും വില കുറഞ്ഞ സാധനവുമാണ്. ഏറ്റവും ലളിതമായ കാര്യങ്ങൾ കൊണ്ട്, ലളിതമായ രീതിയിൽ, നിസ്സാരമായ കാര്യങ്ങളിലും ദൈവസന്നിധിയിൽ പ്രാധാന്യം നൽകിക്കൊണ്ട് ജീവിക്കുവാൻ, നമ്മുടെ വാക്കുകൾ ഉപയോഗിക്കുവാൻ ദൈവം നമുക്ക് ഇടയാക്കട്ടെ. ക്രിസ്തുവിൻ്റെ ജനനത്തിങ്കൽ കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ യേശു കുഞ്ഞിനെ കാണുവാൻ രാജകൊട്ടാരത്തിൽ വന്ന് അന്വേഷിക്കുന്നുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? യേശു ക്രിസ്തു അല്ലെ പിതാവായ ദൈവം യഹൂദന്മാരുടെ രാജാവായി പിറന്നവനെ പിറക്കുവാൻ അനുവദിച്ചത് ഒരു കാര്യത്തൊഴുത്തിലല്ലേ? നമുക്കൊക്കെ അറിയാവുന്ന വസ്തുതയും. കിഴക്ക് നിന്ന് വന്ന വിദ്വാൻമാർ വീണ ഒരു ശിശുവിനെ നമസ്കരിക്കുന്നത് ഏറ്റവും നിസ്സാരമായ സ്ഥലത്ത്. ദൈവം നിസ്സാരമായ സ്ഥലത്തിനും അതിൻ്റെ തക്കതായ പ്രാധാന്യം നൽകുന്നുണ്ട്. ഒന്നിനെയും അവഗണിച്ച് കളയുവാൻ നമുക്ക് അനുവാദമില്ല. അവിടെയാണ് യേശുക്രിസ്തു പറഞ്ഞത്. അവിടെയാണ് ഈ വിദ്വാൻമാർ വീണ് നമസ്കരിച്ച് നിക്ഷേപപാത്രങ്ങളെ തുറന്ന് പൊന്നും മൂരും കുന്തിരക്കവും കാഴ്ചവയ്ക്കുന്നത്. നമ്മുടെ വാക്കുകൾ എന്തിനെക്കുറിച്ചായാലും, നമ്മുടെ ശത്രുക്കളെക്കുറിച്ചായാലും, നമ്മുടെ മിത്രങ്ങളെക്കുറിച്ചായാലും, നമുക്ക് ലഭിക്കുന്ന അനുഗ്രഹങ്ങളെക്കുറിച്ചായാലും, നമുക്ക് ലഭിക്കുന്ന ദോഷ അനുഭവങ്ങളെക്കുറിച്ചായാലും എപ്പോഴും സ്തോത്രത്തോടു കൂടിയുള്ളതായിരിക്കട്ടെ. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മുടെ വാക്കുകളെപ്പോഴും സ്തോത്രം ചെയ്യുക, സ്തോത്രത്തോടു കൂടിയുള്ളതാകാം. എല്ലാറ്റിനു വേണ്ടിയും സ്തോത്രം ചെയ്യുവാൻ പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത്. അതാണ് നിങ്ങളെക്കുറിച്ചുള്ള ദൈവ ഇഷ്ടം. ഇടപെടാതെ പ്രാർത്ഥിക്കണം, എല്ലാറ്റിനു വേണ്ടി സ്തോത്രം ചെയ്യണം, എപ്പോഴും സന്തോഷ മനോഭാവം ഉള്ളവരായിരിക്കണം. ഇതല്ലയോ നിങ്ങളെക്കുറിച്ച് ദൈവ ഇഷ്ടം എന്ന് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ നാം വായിക്കുന്നു. ദൈവം നമ്മളെ ഈ ലോകത്തിലാക്കിയിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണയിലും കൃപയിലും ആശ്രയിച്ച് സന്തുഷ്ടവും സംതൃപ്തവുമായ ജീവിതം നയിക്കുവാനാണ്. ദൈവം എന്തിനു വേണ്ടിയാണ് നമ്മെ ലോകത്തിലാക്കിയിരിക്കുന്നത്? ആരും നഷ്ടപ്പെടാതെ എല്ലാവരും രക്ഷയുടെ അനുഭവത്തിലേക്ക് വരുവാൻ നമ്മുടെ വായിലെ വാക്കുകളും നമ്മുടെ ഹൃദയത്തിലെ ധ്യാനവും അതിന് കാരണമായി തീരുവാൻ ദൈവകൃപ നമ്മെ പ്രാപ്തരാക്കട്ടെ, ശക്തരാക്കട്ടെ എന്നുള്ള പ്രാർത്ഥനയോടെ ഇന്നത്തെ ദിവസത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം.